കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. കുട്ടികൾ ഏറ്റവും കൂടുതൽ മരണനിരക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പ്രധാനമാണ് ന്യൂമോണിയ. സാധാരണയായി മാതാപിതാക്കൾ ന്യൂമോണിയയെപ്പറ്റി ചോദിക്കുന്ന സംശയങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഇത് വിശകലനം ചെയ്യാം. എന്താണ് ന്യൂമോണിയ? ശ്വാസകോശത്തിലുണ്ടാകുന്ന ഒരു അണുബാധയാണ് ന്യൂമോണിയ. ശ്വാസകോശം അഥവാ ശ്വസനേന്ദ്രിയം എന്നാൽ നമ്മുടെ മൂക്ക് മുതൽ ശ്വസന അറകൾ അഥവാ ആൽവിയോളൈ വരെ നീളുന്നു. ഈ ശ്വസന അറകൾ അഥവാ ആൽവിയോളയിൽ അണുബാധ മൂലം വീക്കവും നീരും അല്ലെങ്കിൽ സ്രവങ്ങളും നിറയുന്ന അവസ്ഥയാണ് ന്യൂമോണിയ. നമുക്കേവർക്കും അറിയാം, നമുക്ക് ആവശ്യമായ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തുന്നതും ശരീരത്തിൽ നിന്നും രക്തത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും ആൽവിയോളൈ വഴിയാണ്. ഈ ആൽവിയോളകളിൽ വീക്കവും നീരും വരുന്നത് കൊണ്ട് ഓക്സിജൻ ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താതെ വരുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. എങ്ങനെ ന്യൂമോണിയ ഉണ്ടാകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണുബാധയാണ് ന്യൂമോണിയയുടെ കാരണം. അണുബാധ ബാക്ടീരിയ മൂലമാവാം, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, മൈക്കോബാക്ടീരിയം മൂലമെല്ലാം ആകാം. ബാക്ടീരിയകളിൽ പ്രധാനമായി ന്യൂമോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, ക്ലബ്സിയെല്ല എന്നിവയാണ്. വൈറസിലെ കോവിഡ്, H1N1, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് തുടങ്ങിയ വൈറസുകളും. മൈക്കോബാക്ടീരിയത്തിൽ ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ന്യൂമോണിയ ഉണ്ടാക്കുന്നു. ന്യൂമോണിയ പിടിപെടുന്ന രീതി അനുസരിച്ച് ന്യൂമോണിയ 3 നമുക്ക് തിരിക്കാം. ഒന്ന്, കമ്മ്യൂണിറ്റി അക്വയർഡ്, അതായത് അന്തരീക്ഷത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് പകരുന്ന ന്യൂമോണിയ. അണുബാധയുള്ള വ്യക്തികളുമായുള്ള സമ്പർക്കം മൂലമോ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൂടെയോ ഒരു വ്യക്തിക്ക് അന്തരീക്ഷത്തിൽ നിന്നും പകരുന്നതാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ. രണ്ടാമത് ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയയാണ്. ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ അഥവാ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളിൽ മറ്റേതെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്ത് ഉണ്ടാകുന്ന ന്യൂമോണിയ, ഇതെല്ലാമാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ആസ്പിറേഷൻ ന്യൂമോണിയ അത് കുട്ടികളിലും വളരെ പ്രായമേറിയവരിലുമാണ് കാണുന്നത്. ആസ്പിറേഷൻ ന്യൂമോണിയ അന്നനാളത്തിലേക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള ആഹാരങ്ങൾ ശ്വാസകോശത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ആസ്പിറേഷൻ ന്യൂമോണിയ. ഈ തരംതിരിവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൽ ഓരോന്നിലും ഉണ്ടാകുന്ന അണുബാധയിൽ ഓർഗാനിസംസ് വ്യത്യാസപ്പെട്ടിരിക്കുകയും അതിനാൽ ചികിത്സ വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. എന്തെല്ലാമാണ് കുട്ടികളിലെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ? കടുത്ത പനി. നമുക്കറിയാം, എല്ലാ വൈറസ് രോഗങ്ങൾക്കുൾപ്പെടെ എല്ലാ രോഗങ്ങൾക്കും പനി ഒരു ലക്ഷണം തന്നെയാണ്. എന്നാൽ ന്യൂമോണിയയ്ക്ക് 3 ദിവസത്തിൽ കൂടുതൽ കടുത്ത പനി നീണ്ടു നിൽക്കാവുന്നതാണ്. രണ്ടാമത്തെ ലക്ഷണം ചുമയാണ്. ആദ്യം വരണ്ട ചുമയായി തുടങ്ങുമെങ്കിലും പിന്നീട് കഫം ഉള്ളതുപോലുള്ള പ്രൊഡക്റ്റീവ് കഫായി മാറും. മൂന്നാമത് ശ്വാസതടസ്സം. കുട്ടികളിലെ ശ്വാസതടസ്സം വലിയവരിലെ ശ്വാസതടസ്സത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. എങ്ങനെയെന്നാൽ കുട്ടികളുടെ ശ്വാസതടസ്സം വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസമായാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. സാധാരണ രീതിയിൽ ജനിച്ച നാൾ മുതൽ 2 മാസം വരെ കുട്ടികൾക്ക് 60 തവണയിൽ കൂടുതൽ 1 മിനിറ്റിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നെങ്കിൽ അതിനെ ടാക്കിപ്നിയ അല്ലെങ്കിൽ വേഗതയേറിയ ശ്വാസോച്ഛ്വാസം എന്ന് പറയേണ്ടി വരും. അപ്പോൾ 2 മാസത്തിനും അകത്തുള്ള കുട്ടികൾക്ക് 60, 2 മാസത്തിനും 1 വയസ്സിനും അകത്തുള്ള കുട്ടികൾക്ക് 50, 1 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 40. ഈ രീതിയിലാണ് നമ്മൾ ടാക്കിപ്നിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. ശ്വാസതടസ്സം വേറൊരു രീതിയിൽ പ്രസൻ്റ് ആവുന്നത് സ്ട്രെയിനിങ് ആണ്. അതായത് നമ്മുടെ നെഞ്ചിൻ്റെ പേശികളും വയറിൻ്റെ മുകളിലുള്ള ഭാഗം, കഴുത്തിന് ചുറ്റായുള്ള പേശികളെല്ലാം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അകത്തേക്കും പുറത്തേക്കും ചലിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സ്ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ശ്വാസതടസ്സത്തിന് കുട്ടികളിൽ കാണുന്ന ഒരു ലക്ഷണം. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഓരോ ശ്വാസത്തിലും കുട്ടി ഒരു മുക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്. അടുത്ത ലക്ഷണം നെഞ്ചുവേദനയാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും കുട്ടിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കരയുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുന്നതോടുകൂടി നെഞ്ചിൽ പിടിക്കുകയോ ചെയ്യും. പിന്നെ ക്ഷീണം, ആക്ടിവിറ്റി കുറവ്, ന്യൂമോണിയ കുറച്ച് ദിവസങ്ങൾ നിൽക്കുകയാണെങ്കിൽ കയ്യിലും കാലിലും നീലനിറം ഉണ്ടാവുക, ഇതെല്ലാം ലക്ഷണങ്ങളിൽ വരാം. അടുത്തതായി നോക്കുന്നത് എല്ലാ കുട്ടികളിലും ഈ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപോലെയാണോ എന്നുള്ളതാണ്. എല്ലാ കുട്ടികളിലും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ചില കുട്ടികളിൽ അത് കൂടുതലാണ്. എങ്ങനെയുള്ള കുട്ടികളെന്ന് വെച്ചാൽ വളരെ തൂക്കക്കുറവിൽ ജനിക്കുന്ന കുട്ടികൾ, മാസം തികഞ്ഞാതെ പിറക്കുന്ന കുട്ടികൾ, പോഷകാഹാരക്കുറവ് ഉള്ള കുട്ടികൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുഴുവനായി എടുക്കാത്ത കുട്ടികൾ, വ്യക്തി ശുചിത്വമായിരുന്നാലും പരിസര ശുചിത്വമായിരുന്നാലും ശുചിത്വ കുറവുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾ, പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ, അത് ചില മരുന്നുകൾ മൂലമാകാം, ചില അസുഖങ്ങൾ മൂലമാകാം, പിന്നെ വേറെ അസുഖങ്ങളാൽ ഭാരവും ആരോഗ്യവും കുറവുള്ള കുട്ടികൾ, അതായത് ഹാർട്ടിൻ്റെയോ കിഡ്നിയുടെയോ ലിവറിൻ്റെയോ അല്ലെങ്കിൽ ക്യാൻസർ, പ്രമേഹം എന്നീ അസുഖങ്ങൾ. അതുപോലെ തന്നെ വീട്ടിൽ പുകവലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾ, അതുപോലെ ചെറിയ ശ്വാസകോശ രോഗങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ പൂർണ്ണമാക്കാതെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന രീതിയിലുള്ള കുട്ടികൾ. അതുപോലെ ന്യൂമോണിയയുടെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ
ബ്ലഡ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടും. അതായത് ബ്ലഡ് കൗണ്ടുകൾ, CRP എന്ന് പറയുന്ന C റിയാക്റ്റീവ് പ്രോട്ടീൻ, ബ്ലഡ് കൾച്ചർ, ഇതെല്ലാം നോക്കാം. അതുപോലെ എക്സ്റേ എടുക്കുന്നത് വഴി ശ്വാസകോശത്തിൻ്റെ ഏത് ഭാഗത്താണ് കഫക്കെട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ചില അവസരങ്ങളിൽ CT സ്കാൻ്റെ ആവശ്യവും വേണ്ടിവരും. ചില വൈറൽ ഇൻഫെക്ഷൻസ് എല്ലാം ത്രോട്ട് സ്വാബ് കൾച്ചർ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. സ്പ്യൂട്ടം കൾച്ചർ ക്ഷയരോഗത്തിനും ആവശ്യമായി വരും. ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ ന്യൂമോണിയ ബാധിച്ച് ഡോക്ടറുടെ അടുത്തെത്തുന്ന കുട്ടിയുടെ അവസ്ഥ അനുസരിച്ചാണ് ചികിത്സ നിർണ്ണയിക്കപ്പെടുന്നത്. ചില കുട്ടികളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചില കുട്ടികൾക്ക് അഡ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകാതെ വരും. ICU കെയർ, വെന്റിലേറ്റർ, ഓക്സിജൻ സപ്ലിമെൻറ്റേഷൻ എല്ലാം വേണ്ടി വരും. ഹോസ്പിറ്റൽ അഡ്മിഷൻ, ICU കെയർ എല്ലാം വരുന്നത് കുട്ടികളുടെ ഓക്സിജൻ്റെ അളവും കുട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചാണ്. ചില കുട്ടികൾ വീട്ടിൽ തന്നെ വെച്ച് മരുന്ന് കൊടുക്കുകയും മതിയായ വിശ്രമം എടുക്കുകയും ചെയ്താൽ മതിയാകും. ഓരോ അണുബാധയ്ക്കും അനുസരിച്ചാണ് ഓരോ ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടികൾക്ക് ഓരോ കാലയളവുകളുണ്ട്. ആ കാലയളവുകളിൽ ഈ മരുന്നുകൾ കൃത്യമായ രീതിയിൽ കൊടുക്കുകയും വേണം. അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. നെബുലൈസേഷനും ആശുപത്രിയിലെ അഡ്മിഷനിൽ ന്യൂമോണിയ ചികിത്സിക്കുന്നതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതിയാണ്. ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം എന്ന് പരിശോധിച്ചാൽ അണുബാധ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും ശ്വാസകോശത്തിൽ തന്നെ നീര് കെട്ടിയിട്ട്, അതായത് ശ്വാസകോശത്തിൻ്റെ ചുറ്റായുള്ള ഒരു പ്ലൂറ എന്ന് പറയുന്ന ആവരണത്തിനകത്ത് നീര് കെട്ടിയിട്ട് പ്ലൂറൽ എഫ്യൂഷൻ, അത് തന്നെ പഴുപ്പായി മാറിയിട്ട് എംപൈമ എന്നീ കണ്ടീഷൻസിലോട്ട് വരാം. അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ നിന്ന് വെളിയിലേക്ക് അണുബാധ ഉണ്ടായിട്ട് സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ്, ARDS എന്ന് പറയുന്ന ലങ്സിനെ മുഴുവൻ ബാധിക്കുന്ന അവസ്ഥ, ലങ് ആപ്സസ്, ലിവർ ആപ്സസ്, ഇതെല്ലാം വരാം. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഹാർട്ടിനും അതുപോലെ നമ്മുടെ തലച്ചോറിനും ഡാമേജസ് വരാം. ന്യൂമോണിയ ചികിത്സിക്കാതിരുന്നാൽ വളരെ മാരകമാകുന്നതും മരണകാരണമാകാവുന്നതുമായ ഒരു അസുഖമാണ്. എങ്ങനെ ന്യൂമോണിയയെ പ്രതിരോധിക്കാം? ന്യൂമോണിയ മാരകമായ അസുഖമാണെങ്കിലും വളരെ എഫക്റ്റീവായി നമുക്കത് പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. ആദ്യമായി പറയേണ്ടത് ഗർഭകാല പരിചരണമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് കിട്ടുന്ന പരിചരണമാണ് അമ്മയ്ക്ക് കൊടുക്കുന്ന പരിചരണം, അതായത് ഗർഭിണിയായ അമ്മയ്ക്ക് കൊടുക്കുന്ന പരിചരണം. ഈ ഗർഭകാല പരിചരണത്തിൽ ഇടവിട്ടുള്ള ചെക്കപ്പുകൾ, അമ്മയ്ക്ക് കൊടുക്കുന്ന പോഷകാഹാരങ്ങൾ എല്ലാം വഴി തൂക്കക്കുറവുള്ള കുട്ടി ജനിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടി നല്ല തൂക്കത്തോട് ജനിക്കുകയും മാസം തികഞ്ഞതിന് പ്രസവിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുവഴി ഒരു പരിധിവരെ നമുക്ക് ന്യൂമോണിയ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്, ജനിച്ചു വീഴുന്ന കുട്ടികളിൽ മുലപ്പാൽ കൊടുക്കുന്നതാണ്. 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കാരണം പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും. 6 മാസത്തിന് ശേഷം സമീകൃതമായ പോഷകാഹാരം കൊടുക്കണം. പ്രധാനമായ മറ്റൊരു കാര്യം ഇമ്മ്യൂണൈസേഷനാണ്. നമുക്ക് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ വളരെ അധികം കുത്തിവയ്പ്പുകളും ന്യൂമോണിയ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളവയാണ്. പ്രധാനപ്പെട്ട ഒന്ന് ന്യൂമോകോക്കൽ വാക്സിനുകളാണ്. 6 ആഴ്ച, 10 ആഴ്ച, 9-ാം മാസം എന്നീ ഇടവേളകളിലാണ് ന്യൂമോകോക്കൽ വാക്സിൻ കൊടുക്കുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ല എങ്കിലും അതും ന്യൂമോണിയ പ്രതിരോധിക്കുന്ന വാക്സിനാണ്. അതോടൊപ്പം തന്നെ 9-ാം മാസം കൊടുക്കുന്ന മീസൽസ് വാക്സിൻ, ഡിഫ്തീരിയ അടങ്ങിയിട്ടുള്ള DPT വാക്സിൻ, BCG വാക്സിൻ നമ്മൾ ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. അതുപോലെ ഹിബ്, ഇൻഫ്ലുവൻസ B വാക്സിൻ അടങ്ങിയിട്ടുള്ള പെൻഡ വാക്സിൻ, പിന്നെ വൈറ്റമിൻ A തുള്ളിമരുന്ന്, ഇതെല്ലാം തന്നെ ന്യൂമോണിയ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. അടുത്ത വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ്. 3-4 വയസ്സിനപ്പുറം കുട്ടികൾ വെളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതിന് വേണ്ടി ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൈയും വായും കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ രോഗി പരിചരണത്തിൽ ഏർപ്പെടുന്നവർ കൈകൾ വ്യക്തിയായി കഴുകുന്നത് ശീലമാക്കുക. ഇതെല്ലാം ശുചിത്വത്തിൽ പ്രധാനപ്പെട്ടതാണ്. പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അത് കഴിഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികളുള്ള വീടുകളിൽ പുകവലി ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. പുകവലിക്കുന്നത് കുട്ടികളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസുകളാണ്. ഓരോ ചെറിയ വൈറൽ അസുഖത്തിനും ആദ്യത്തെ ദിവസം തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്കുകളിലുള്ള റെസിസ്റ്റൻസ് കൂട്ടുകയും യഥാർത്ഥത്തിൽ ഒരു അണുബാധ ഉണ്ടാകുമ്പോൾ അവയൊന്നും ഏൽക്കാതെ വരികയും ചെയ്യും. അതിനാൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്ന അളവിൽ, നിർദ്ദേശിക്കുന്ന കാലയളവിൽ അത് കൊടുക്കാൻ പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, അസുഖമുള്ളപ്പോൾ ലഘുവായ ഭക്ഷണം കഴിക്കുകയും ഒരുപാട് വെള്ളം കുടിക്കുകയും നന്നായി വിശ്രമിക്കുകയും ചെയ്യുന്നത് വഴി ആ അസുഖം ദീർഘനാൾ പോകാതെ 2-3 ദിവസത്തിനകത്ത് തന്നെ അത് ശരിയായി പോകുന്നു. വിശ്രമം എടുക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അത് ശ്വാസകോശത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും ന്യൂമോണിയ ആവുകയും ചെയ്യുന്നത്. ശരിയായ അളവിൽ ശരിയായ രീതിയിൽ മരുന്നുകൾ കൊടുക്കുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒരു കാരണവശാലും അലംഭാവം കാണിക്കാതിരിക്കുക. മുലപ്പാൽ കൊടുക്കേണ്ട സമയം കൊടുക്കുക. ഇവയെല്ലാം ന്യൂമോണിയ പ്രതിരോധിക്കാൻ ശക്തമായ വഴികളാണ്. കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ്. Shadha